കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ കോതമംഗലം മർത്തോമൻ ചെറിയ പള്ളി നാനാജാതി മതസ്ഥരായ അനേകായിരങ്ങൾക്ക് അഭയകേന്ദ്രമായി നിലകൊള്ളുന്നു. ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായി അറിയപ്പെടുന്ന ഈ പള്ളി കേരളത്തിന്റെ മതമൈത്രിക്ക് ഏറ്റവും ഉദാത്തമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. 1451 ധനു 18 മർത്തോമാ ശ്ലീഹായുടെ നാമധേയത്തിൽ 17 പേർ ചേർന്ന് കുരിശ് സ്ഥാപിച്ചു. ഈ കുരിശ് ഇവിടെ നിന്ന് നീക്കം ചെയ്തതിനെ തുടർന്ന് 1455 കന്നി 13 ചിങ്ങം രാശിയിൽ മർത്തോമൻ നാമം ചൊല്ലി വീണ്ടും കുരിശ് സ്ഥാപിച്ചു എന്ന് ചരിത്രം പറയുന്നു. AD 1685 മഹാപരിശുദ്ധനായ എൽദോമോർ ബസേലിയോസ് ബാവയുടെ വരവോടുകൂടിയാണ് ഇപ്പോഴത്തെ ചെറിയ പള്ളിക്ക് ചരിത്രത്തിൽ ഉന്നതമായ ഒരു സ്ഥാനം ലഭ്യമായത്. പരിശുദ്ധ ബാവ പള്ളി അങ്കണത്തിൽ എത്തിയപ്പോൾ പള്ളിമണി താനെ അടിച്ചുവെന്നും പള്ളിവാതിലുകൾ താനെ തുറന്നുവെന്നും പറയപ്പെടുന്നു. 1685 കന്നിമാസം 7-ാം തീയതിയാണ് ബാവ പള്ളിയിലെത്തിയത്. ബാവായുടെ മരണസമയത്ത് കൽക്കുരിശ് വെട്ടിത്തിളങ്ങുകയും പള്ളിമണി താനെ മുഴങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മദ്ബഹായുടെ തെക്കു പടിഞ്ഞാറു ഭാഗത്ത് കബറടക്കി. കന്നി 19-20 ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു വരുന്നു. കോതമംഗലം എന്ന പുണ്യഭൂമിയിൽ നാടിന്റെ ജീവനാഡിയായി ജാതിമതഭേദമന്യേ ഈ മഹാജനതയുടെ ആത്മീയ ഭൗതിക തേജസ്സായി ഈ ദേവാലയവും കോതമംഗലവും മുത്തപ്പനും ജനമനസ്സുകളിൽ ഇടം നേടിയിരിക്കുന്നു.